വെൽക്കം ടു എംവേർഡ് സിനിഫിലിയ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എമ്പുരാനാണ്. എമ്പുരാൻ എന്ന സിനിമയുടെ കുറച്ച് നെഗറ്റീവ് റിവ്യൂസാണ് എനിക്ക് ആദ്യം കിട്ടിയത്. കാരണം കണ്ടവരൊക്കെ വളരെ മോശം അഭിപ്രായമാണ് എന്നോട് പറഞ്ഞത്. ഒന്നാമത്തെ നെഗറ്റീവ് പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ലൂസിഫറുമായിട്ട് എമ്പുരാന് ഒരു കണക്ഷനും ഇല്ല എന്നാണ് കുറേ പേര് പറഞ്ഞത്. സെക്കൻഡ്, നമുക്ക് തിയേറ്ററിൽ നിന്നാൽ ഫസ്റ്റ് ഹാഫ് തൊട്ട് ഭയങ്കര ഉറക്കമാണ്, നമ്മൾ വല്ലാണ്ട് ഉറങ്ങിപ്പോവും. 1 മണിക്കൂർ വരെ ഉറങ്ങിയ വേന്ദ്രന്മാരുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. മൊത്തത്തിൽ ഞാൻ ഈ സിനിമ കാണണോ വേണ്ടയോ എന്ന് പോലും ആലോചിച്ച് പോകുന്നൊരു തക്കം വരെ വന്നു. കാരണം മൊത്തത്തിൽ ചോദിച്ചവരെല്ലാം ഒരു വല്ലാത്ത രീതിയിൽ നെഗറ്റീവ് അഭിപ്രായമാണ്. എന്നാൽ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് മറ്റൊന്നാണ് തോന്നിയത്. സിനിമ കണ്ടിറങ്ങിയപ്പോൾ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വേറൊരു സിനിമ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഇഞ്ചോടിഞ്ച് പെർഫെക്ഷൻ മാത്രമേ ആ സിനിമയിൽ എനിക്ക് പറയാനുള്ളൂ. ഫസ്റ്റ് ഡയറക്ഷൻ, പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഹോളിവുഡിൻ്റെ ലെവലിലോട്ടാണ് ഡയറക്ഷൻ കൊണ്ടുവരിക്കുന്നത്. നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ ഈയിടയ്ക്ക് ഇറങ്ങിയൊരു സിനിമ ഉണ്ടായിരുന്നു, ഗ്ലാഡിയേറ്ററിനകത്ത് ഇപ്പോൾ രണ്ടാമത്തെ പാർട്ട് ഗ്ലാഡിയേറ്റർ വന്നപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു നായകൻ പോരാ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ എന്നാലും ഞാനിവിടെ ആരും കാണാത്ത സിനിമ ഫസ്റ്റ് ഡേ പോയി കണ്ട ഒരാളാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് റിഡ്ലി സ്കോട്ട് എന്ന് പറയുന്ന ഡയറക്ടറിൽ അത്രയ്ക്ക് വിശ്വാസമുള്ളൊരു മനുഷ്യനാണ്. കാരണം പുള്ളിയുടെ ഡയറക്ഷൻ എല്ലാം ടോപ്പ് നോച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ഷനാണ്. ആ ഒരു സ്കീമിലോട്ടൊക്കെയാണ്, ആ ഒരു റേഞ്ചിലോട്ടൊക്കെയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ പോയിരിക്കുന്നത്. A to Z സൂപ്പർ. നമ്മുടെ ഫസ്റ്റ് കാലം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആദിമകാലം, അല്ലെങ്കിൽ ഒരാളുടെ പാസ്റ്റ് കാണിക്കുന്നതാണ് തുടക്കം. ആരുടെ പാസ്റ്റാന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ തീരുമാനിക്കണം. ആ പാസ്റ്റ് തുടങ്ങുമ്പോഴത്തേക്കും ഒരു കളർ സ്കീം കൊടുത്തിരിക്കുന്ന ഒരു സിപ്പിയ കളർ കളർ സ്കീമാണ്. കറക്റ്റ് നമ്മുടെ മമ്മി റിട്ടേൺസിൻ്റെയൊക്കെ കളർ പോലെ തോന്നും. സെക്കൻഡ് വരുന്നത് ഒരു യൂറോപ്പ് അല്ലെങ്കിൽ ലണ്ടൻ അങ്ങനത്തെ വിദേശ രാജ്യങ്ങളിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ആ കളർ സ്കീം വരുമ്പോഴത്തേക്കും കറക്റ്റ് പറയാനാണെങ്കിൽ ലണ്ടൻ ഹാസ് ഫാലൺ അല്ലേ, ജെറാർഡ് ബട്ട്ലറിൻ്റെയൊക്കെ ആ ഒരു ലണ്ടൻ ഹാസ് ഫാലൺ സീരീസ് ഉണ്ട്. ആ സീരീസിനകത്ത് യൂസ് ചെയ്യിക്കുന്ന സെയിം കളർ, ഒരു ക്രീമി അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊരു എന്ത് പറയുന്നത് പ്രത്യേകതരം കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഡിറ്റക്റ്റീവ് മൂവീസ് അല്ല, ആ ഒരു മൂവി സീരീസിനകത്താണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. തേർഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ തനത് ലൂസിഫർ, എമ്പുരാൻ അല്ലെങ്കിൽ നമ്മുടെ നാടൻ കളർ അല്ല ലൂസിഫറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സെയിം കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 3 കളർ അല്ലെങ്കിൽ ഈ 3 കളർ സ്കീംസാണ് 3 സമയങ്ങൾ കാണിക്കുന്നത്. അത് 3ഉം കൂടെ ട്രാൻസിഷൻ ചെയ്തിരിക്കുന്നതാണ് പെർഫെക്റ്റ് സിങ്കിലാണ് അത് വർക്ക് ചെയ്യുന്നത്. മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് 3 കാലഘട്ടമെന്ന് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. അതൊക്കെ എന്ത് ബ്രില്യൻസ് ആണെന്ന് എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ പറയാൻ. പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് ഒരു വൻ സംഭവമാണ്. ലൂസിഫർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. പക്ഷേ എമ്പുരാനോടുകൂടി ഞാൻ അത് ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം എനിക്കൊന്നും പറയാനില്ല, അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. മേക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ടെക്നിക്കലി ആൻഡ് ഡയറക്ഷൻ പെർഫെക്റ്റ്. അല്ലെങ്കിൽ സൂപ്പർബിൻ്റെ മേളിൽ എന്തെങ്കിലും പറയണമെങ്കിൽ അത് വേണം പറയാനായിട്ട്. പിന്നെ സൗണ്ട് സ്കോറിനെ കുറിച്ച്, ദീപക് ദേവാണ് സൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത്. സൗണ്ട് സ്കോറും ചില ഭാഗങ്ങളിൽ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നി. എങ്കിലും ഒരു മോഡേൺ വിത്ത് ക്ലാസിക്കൽ മിക്സിലാണ് സൗണ്ട് സ്കോർ വന്നേക്കുന്നത്. ചില ഭാഗങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട്, അല്ലെങ്കിൽ വോളിയം കുറച്ച് കൂടുതൽ ആയിട്ട് തോന്നി. എങ്കിലും പെർഫെക്റ്റ്, അതിനകത്തൊന്നും പറയാനില്ല. പിന്നെ സ്ക്രിപ്റ്റ് നിങ്ങൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നൊരു രീതിയിലായിരിക്കും. സിനിമയായിട്ട് കാണുകയാണെങ്കിൽ ആ സ്ക്രിപ്റ്റിനകത്ത് എനിക്ക് തെറ്റൊന്നും തോന്നിയില്ല. പക്ഷേ അല്ലാതെ കാണുന്നവർക്ക് ചിലപ്പോൾ തെറ്റ് തോന്നിയേക്കാം. കാരണം സ്ക്രിപ്റ്റിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് എനിക്ക് പറയാതെ വയ്യ. അങ്ങനെ വരുമ്പോൾ സ്ക്രിപ്റ്റിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് എന്തായാലും അത് മാറ്റിയിട്ടായിരിക്കും അടുത്ത വേർഷൻ പറയുന്നത്. എന്തായാലും ഞാൻ കണ്ടത് ഒറിജിനൽ വേർഷനാണ്. ഒറിജിനൽ വേർഷനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് പറഞ്ഞ കാര്യമാണ് എമ്പുരാൻ ഭയങ്കര ലാഗാണെന്ന്. ലാഗ് ആയിട്ടേ ഇല്ല, എനിക്ക് ഉറക്കം വന്നിട്ടേ ഇല്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഈ 3 കളർ സ്കീംസ് അല്ലെ 3 സമയങ്ങൾ എന്നെ കാണിക്കുമെന്ന് 3 കളറായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു ബ്രില്യൻസെ കണ്ട് ഞാൻ ഞെട്ടി തരിച്ചിരുന്നു പോയി എന്ന് തന്നെ പറയണം. പ്ലസ് നമുക്കൊരു ചെറിയ ലാഗ് അടിക്കുമ്പോഴത്തേക്കും മോഹൻലാലിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഏറ്റവും നല്ലോണം അറിയുന്നൊരു ഡയറക്ടർ പൃഥ്വിരാജ് തന്നെയാണ്. കാരണം ഇടയ്ക്കൊരു ലാഗ് വരുമ്പോഴത്തേക്കും പുള്ളി ലാലേട്ടനെ അങ്ങോട്ട് ഇറക്കുന്നുണ്ട്. 2 അറ്റേറിലാണ് കൊണ്ടുവരുന്നത്. ഒന്ന് എബ്രാഹിം ഖുറേഷി, പിന്നെ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി. ഇത് 2 സാധനമുണ്ട് മോനെ. ഇടയ്ക്കൊരു നടുക്കൊരു ഭാഗത്ത് ലാഗുണ്ട്. ആ ലാഗായിട്ട് നമ്മളിങ്ങനെ ഒരു ബോറടിച്ച് ഒരു കോട്ടവായൊക്കെ ഇടാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഫൈറ്റ് സീനുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു ഇൻട്രോ,
അത് കാണുമ്പോണ്ടല്ലോ രോമാഞ്ചമല്ല, രോമം എണ്ണിച്ച് ചാടിപ്പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. കാരണം അത്രയ്ക്ക് നമ്മുടെ തിയേറ്റർ മൊത്തം ഒരു രക്ഷയില്ലായിരുന്നു. എനിക്കാണെങ്കിൽ സത്യം ഡയലോഗ് പോലും മൊത്തം കേൾക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയ്ക്ക് കൂലും ആൾക്കാരെല്ലാം കൂടെ രോമാഞ്ചം ബഹളമായിരുന്നു. അത്രയ്ക്ക് സംഭവമായിരുന്നു ആ ഒരു സീൻ. അങ്ങനെ പുള്ളിക്ക് കറക്റ്റായിട്ട് മോഹൻലാലിനെ മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്നുണ്ട്, അല്ലെങ്കിൽ മോഹൻലാലിനെ എങ്ങനെ വിറ്റ് കാശാക്കാന്ന് അറിയാവുന്നതുകൊണ്ട് ലാഗ് വരുന്ന ഭാഗങ്ങളിലൊക്കെ എബ്രാം ഖുറേഷി അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലാഗ് തീരെ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. പിന്നെ പിന്നെ പറഞ്ഞ കാര്യമാണ് മറ്റേ ലൂസിഫറായിട്ട് പിന്തുടർച്ചയില്ലെന്ന്. അതെങ്ങനെയാണ് ഇവരൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ലൂസിഫറിന്റെ പിന്തുടർച്ച തന്നെയാണ് സിനിമ. എങ്ങനെയൊക്കെ നോക്കിയാൽ ലൂസിഫറുമായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള അടുത്ത സ്റ്റേജ് ഇത് തന്നെയാണ്. എമ്പുരാൻ തന്നെയാണ് ലൂസിഫറിന് കഴിഞ്ഞുള്ള കഥ. അതിനകത്ത് ലൂസിഫർ നിർത്തുന്നത് എബ്രാം ഖുറേഷി കാണിച്ചുകൊണ്ടാണ്, മോഹൻലാലിനെ കാണിച്ചുകൊണ്ടാണ്. അയാൾ എന്താണെന്നും പിന്നെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത്. അത് ഞാൻ പറയുന്നില്ല, കാരണം സസ്പെൻസ് പൊളിക്കുന്നത് ശരിയല്ല. പിന്നെ എനിക്ക് പറയേണ്ടത് കുറച്ച് വില്ലനും സൂപ്പറാണ്. വില്ലനൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ കുറച്ച് വയലൻസ് എനിക്ക് ഫസ്റ്റ് കൂടുതലായിട്ട് തോന്നി. അതൊക്കെ എനിക്ക് ഒന്ന് കട്ടിയിട്ടുള്ള വെർഷനായിരിക്കും ഇനി വരുന്നത്. അപ്പം അതും തെറ്റ് പറയാനില്ല. വില്ലനൊക്കെ ടോപ്പ് നോച്ചാണ്. പിന്നെ ബോറിസ് ജോൺസണായിട്ട് വരുന്നത് നമ്മുടെ, ഞാൻ സീരീസ് മറന്നുപോയി, മറ്റേ ഒരു ഫേമസ് ഇംഗ്ലീഷ് സീരീസിലെ അഭിനേതാവാണ്. പുള്ളിയുടെ അഭിനയം. പിന്നെ ഒരു മദാമയുണ്ട്, ഒരു ഹോളിവുഡ് ഒരു ഇംഗ്ലണ്ട് ആക്ട്രസ് ഉണ്ട്. പുള്ളിക്കാരിയെല്ലാം കാസ്റ്റിംഗ് ഒക്കെ ടോപ്പ് നോച്ചാണ്, ഒരു രക്ഷയില്ല. നമ്മുടെ ടൊവിനോ ഒക്കെ ഇടയ്ക്ക് വന്ന് പോകുന്നുണ്ടെങ്കിൽ ചെറിയ റോളാണ്. ഇപ്പോൾ ടൊവിനോയ്ക്ക് വലിയൊരു റോളില്ല, നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്, കുറച്ച് നേരമേ ഉള്ളൂ. പക്ഷെ അതുപോലും പെർഫെക്റ്റ്. പിന്നെ മഞ്ജു വാര്യർ, എൻ്റെ പൊന്നെ, മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും അല്ലെ മോഹൻലാൽ കഴിഞ്ഞാൽ തൊട്ട് താഴെ മഞ്ജു വാര്യർ നിൽക്കും. കാരണം ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഓരോ സീക്വൻസ്, പുള്ളിക്കാരുടെ ട്രാൻസ്ഫോർമേഷനും ആ മുഖത്തിന്റെ ഭാവമൊക്കെ ഒരു രക്ഷയില്ല ചെയ്തു വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ KGF ഒക്കെ കണ്ടിട്ട് ഞാൻ കൊതിച്ചിട്ടുണ്ട് നമ്മുടെ ഭാഷയിലും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു നല്ലൊരു എന്റർടൈനർ വന്നിരുന്നെങ്കിലും. കാരണം മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും വെറുത്തു പോയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും വെറുത്തു പോയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ചെറിയ തട്ടിക്കൂട്ട് പടങ്ങളാണ് മലയാള സിനിമ വന്നിരുന്നത്. ഒരു റിച്ച്നെസ് പറയാനായിട്ട് പറ്റത്തില്ലായിരുന്നു. കാരണം ഒന്നില്ലെങ്കിൽ ഒരു ചെറിയ കഥ, ഒരു കല്യാണം വീട്ടിൽ തലേദിവസം നടക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു അപകടത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കഥ, അങ്ങനത്തെ ചെറിയ ചെറിയ കഥകളാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇതുപോലൊരു സംഭവം അല്ല KGFന്റെ ഒക്കെ തൊട്ട് അല്ല KGFന്റെ മേളിൽ നിൽക്കുന്ന ഒരു സാധനം മലയാള സിനിമയിൽ വരുമെന്ന് ഞാൻ അടുത്തൊന്നും പ്രതീക്ഷയില്ല. ആ ഒരു എൻ്റെ പ്രതീക്ഷയാണ് എമ്പുരാനിലൂടെ തെറ്റിയിരിക്കുന്നത്. ഒരു KGFനേക്കാളും സൂപ്പറായിട്ടൊരു സിനിമയാണ് എമ്പുരാൻ. നമ്മൾ നെഗറ്റിവിറ്റിയൊക്കെ വിട്ട് നോക്കുവാണെങ്കിൽ KGFനേക്കാളും ടെക്നിക്കലി ആൻഡ് ഡയറക്ഷൻ ബ്രില്യൻസ് ആണ് എമ്പുരാനിലുള്ളത്. പിന്നെ അഭിനേതാക്കൾ കാസ്റ്റിംഗ് സൂപ്പർബാണ്. സൗണ്ട്, മ്യൂസിക് സ്കോർ സൂപ്പറാണ്. പിന്നെ പക്ക ലൂസിഫറിന്റെ അടുത്ത ഭാഗം എന്തായാലും എമ്പുരാൻ തന്നെയാണ്. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ആൾക്കാരുടെ അഭിപ്രായം കേൾക്കണ്ട. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ഈ സിനിമ ഇഷ്ടപ്പെടാതെ പോയത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാതെ ഇരിക്കരുത്. നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ മസ്റ്റായിട്ട് കാണണം. ഈ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് വീട്ടിലൊന്നും കണ്ടാൽ കിട്ടും തോന്നില്ല. കാരണം അത്രയ്ക്ക് സൂപ്പർ, അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ, അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ടെക്നിക്കാലിറ്റീസ് ആണ് ഈ സിനിമയിൽ ഉപയോഗിച്ചേക്കുന്നത്. അത് നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കണം. എന്താണ് ഇനി മലയാള സിനിമയുടെ ഒരു തുടക്കം, അല്ലെങ്കിൽ മലയാള സിനിമ, അല്ലെങ്കിൽ ഞാൻ കരുതിയിരുന്നത് മലയാള സിനിമ ഒരു വെന്റിലേറ്ററിൽ നിന്നും എന്ത് പറയണ്ട ഒരു ICUലോട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ്. കാരണം വല്ലപ്പോഴും കഴിഞ്ഞ വർഷമൊക്കെ എനിക്കൊന്ന് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും 2-3 തമിഴ് പടങ്ങളൊക്കെ വന്നപ്പോഴാണ് മലയാള സിനിമ ഉണർന്നതെന്നാണ്. പക്ഷെ അവിടെ നിന്നും ICU നല്ല വെന്റിലേറ്ററിൽ നിന്നും മോഹൻലാൽ തന്നെ മലയാള സിനിമ പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ല കിടിലം പടങ്ങളാവട്ടെ മലയാള സിനിമ വരുന്നതെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തായാലും എല്ലാവരും, ആരും എന്ത് വേണേൽ പറഞ്ഞോട്ടെ, നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ ലൂസിഫർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. താങ്ക്